ഡിട്രോയിറ്റിലേക്ക് തന്നെ പോകാനൊരു കാരണമുണ്ടായിരുന്നു. ന്യൂഡൽഹിയിലെ സഫ്ദർജംഗ് ഹോസ്പിറ്റലിൽ നിന്നുള്ള അധികം പേരും ഡിട്രോയിറ്റിലേക്കാണ് കുടിയേറിയത്. അന്ന് അതൊരു സൗകര്യമായിട്ട് കണ്ടു. ഡിട്രോയിറ്റിൽ ചെന്നിട്ട് ആദ്യമായി ചില ഫാക്ടറികളിലെല്ലാം ജോലി ചെയ്തു. അതിനോടൊപ്പം പഠനം തുടർന്നു. ഇടയ്ക്കിടയ്ക്ക് മുടങ്ങിപ്പോയ പഠനം അവിടെ തുടർന്നു. ഡിട്രോയിറ്റ് പഠനം തുടരാൻ വളരെയധികം അനുകൂല സാഹചര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ പഠനം തുടർന്നപ്പോൾ ഡിട്രോയിറ്റിലെ ബ്ലൂ ക്രോസ് ബ്ലൂ ഷീൽഡ് എന്ന കമ്പനിയിൽ ജോലി കിട്ടി. അത് ഏതാണ്ട് 5-6 വർഷം മറ്റോ തുടർന്നു. ഡിട്രോയിറ്റിലെ സാഹിത്യ ചർച്ചകൾ ഞങ്ങൾ തുടർന്നെങ്കിലും, ഒരു ചെറിയ ഗ്രൂപ്പ് തുടർന്നെങ്കിലും കാര്യമായിട്ടുള്ള എഴുത്തൊന്നും നടന്നില്ല. അതിനുശേഷം 1982 ഹ്യൂസ്റ്റണിലേക്ക് വരാൻ തീരുമാനിച്ചു. അതിന് പ്രധാന കാരണം ഒന്ന്, ഡിട്രോയിറ്റിലെ അതിശൈത്യം. 2, നഴ്സിംഗ് ലൈസൻസിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് ടെക്സാസ് സംസ്ഥാനത്ത് അക്സെപ്റ്റ് ചെയ്യും, മിഷിഗണിൽ അത് കുറച്ചുകൂടെ ഹാർഡായിരുന്നു. അങ്ങനെ 1982 ജൂലൈ മാസം ഞങ്ങൾ ഹ്യൂസ്റ്റണിലേക്ക് വന്നു. ഹ്യൂസ്റ്റണിൽ വന്നപ്പോൾ മുതൽ തന്നെ അന്നത്തെ CSI പള്ളിയിൽ ഞങ്ങൾ അംഗങ്ങളായിരുന്നു. പിന്നീട് 1983 തന്നെ ഇവിടെ നിന്നൊരു ഇന്ത്യ ന്യൂസ് റിവ്യൂ എന്നൊരു മാസിക തുടങ്ങി. ഇപ്പോൾ ഡാളസിൽ താമസിക്കുന്ന തോമസ് എബ്രഹാം അതിലെൻ്റെ പാർട്ട്ണറായിരുന്നു. ഞങ്ങളത് 4 വർഷം നടത്തിക്കൊണ്ടിരുന്നു. പിന്നീട് 1988 മുതൽ 3 കേരള ഡയറക്ടറി പ്രസിദ്ധീകരിച്ചു. അതിന് മാർത്തോമ സഭയിലെ TA മാത്യു സഹകരണത്തോടു കൂടിയാണ് അത് ചെയ്തത്. അത് ആ പ്രോജക്റ്റും വളരെ വിജയകരമായി നടത്തി. പിന്നീട് സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഒരു ഡയറക്ടറുടെ ആവശ്യമില്ലെന്ന് മനസ്സിലായതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചു. ഈ കാലഘട്ടത്തിൽ തന്നെയാണ് വേറെ